സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അധ്യായത്തില് ജൂൺ 25 മുതൽ തലവര തെളിയുന്ന 4 രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചന്ദ്രൻ ധനുരാശിക്ക് ശേഷം മകരൻ രാശിയിലേക്ക് നീങ്ങാൻ പോകുന്നു. കൂടാതെ ഇന്ന് ആഷാഢ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 2-ാം തിഥിയാണ്. ഈ ദിവസം ബ്രഹ്മയോഗം, ത്രിപുഷ്കര യോഗം, സത്വാർത്ത സിദ്ധയോഗം, പൂരാട നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനം നടക്കുന്നു. ജ്യോതിഷപ്രകാരം ഇന്ന് രൂപപ്പെടുന്ന ശുഭകരമായ യോഗങ്ങൾ ചിങ്ങം, തുലാം, മകരം എന്നിവയുൾപ്പെടെയുള്ള മറ്റ് രാശിക്കാർക്ക് ഗുണം ചെയ്യും. ഈ രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി മുമ്പത്തേക്കാൾ ശക്തമായിരിക്കും. കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ജാതകത്തില് സൂര്യന്റെ സ്ഥാനം ശക്തിപ്പെടുകയും സൂര്യദേവൻ അനുഗ്രഹം ലഭിക്കുകയൊക്കെ ചെയ്യും. നിങ്ങളുടെ ബഹുമാനവും പ്രശസ്തിയൊക്കെ വർദ്ധിക്കും. ജൂൺ 25 മുതൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യം ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നോക്കാം. ആദ്യത്തേത് ഇടവമാണ്. ഇടവൻ രാശിക്കാർക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഇടവൻ രാശിക്കാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളുമായി സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. ബുദ്ധി, അനുഭവ പരിചയം, കഴിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പോലും എളുപ്പത്തിൽ പരിഹരിക്കാനാകും. നിങ്ങളുടെ എല്ലാ ജോലികളും പൂർത്തീകരിക്കാനാകും. നിങ്ങളുടെ വാക്കുകളുടെയും പെരുമാറ്റത്തിലൂടെയും മറ്റുള്ളവരെ സ്വാധീനിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം ചെലവഴിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ അടുത്തത് ചിങ്ങമാണ്. ചിങ്ങൻ രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യപരമായ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. സൂര്യദേവന്റെ കൃപയാൽ ചിങ്ങം രാശിക്കാരുടെ നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ സഫലമാവും. അവരുടെ ബിസിനസ്സിലൊക്കെ നല്ല വളർച്ചയുണ്ടാവും. നിങ്ങൾ ഒരു പുതിയ ബിസിനസ്സിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ ശുഭകരമായ ദിവസമായിരിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. നിങ്ങൾ മാനസികമായി ശക്തരായിരിക്കും. നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള പുതിയ വഴികളൊക്കെ ലഭിക്കും. കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. നിങ്ങളുടെ സഹോദരങ്ങളായുള്ള നിങ്ങളുടെ ബന്ധം മികച്ചതായിരിക്കും. തുലാമാണ്. തുലാം രാശിക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്. എല്ലാം അനുകൂലമാകുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു ചേരും. അതുപോലെ തന്നെ നല്ല വാർത്തകൾ ലഭിക്കും. നിങ്ങളുടെ സഫലമാകാത്ത ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനുള്ള സാധ്യതയുണ്ട്. തുലാം രാശിക്കാർക്ക് ഇന്ന് ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടാനാകും. ബിസിനസ്സുകാർക്ക് ഇന്ന് നല്ല ലാഭം ലഭിക്കും. മറ്റു ചില ബിസിനസ്സുകളിലൊക്കെ പണം നിക്ഷേപിക്കാനാവും. ഭൂമിയോ ഫ്ലാറ്റോ ഒക്കെ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ ആഗ്രഹം സഫലമായേക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ ശുഭഫലങ്ങളൊക്കെ ലഭിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്. അടുത്തത് കുംഭമാണ്. കുംഭൻ രാശിക്കാർക്ക് ശുഭകരമായ യോഗങ്ങളാൽ സന്തോഷകരമായ ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അവരുടെ കുടുംബജീവിതമൊക്കെ നല്ല മികച്ചതായി മുമ്പോട്ട് പോവുകയും വിദേശത്ത് താമസിക്കുന്ന ബന്ധുക്കളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വേണ്ട നല്ല വാർത്തകളും സഹായങ്ങളൊക്കെ ലഭിക്കുകയും വിദേശത്ത് പോകാനുള്ള നിങ്ങളുടെ ആഗ്രഹവും പൂർത്തീകരിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പുതിയ എന്തെങ്കിലും വരുന്നതോടെ നിങ്ങൾക്കിടയിൽ സന്തോഷം വർദ്ധിക്കുകയും നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാവുകയും ഒക്കെ ചെയ്യും. സന്താനങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള ആശങ്കകൾ അവസാനിക്കുകയും മംഗളകരമായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പണം ചെലവഴിക്കാനാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭ കാലഘട്ടങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാ രാശിക്കാർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.